ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. പുതിയ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചന കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നൽകിയിരുന്നു. ഇതാ തുറക്കുകയായി. ഈ ഒരു സമയത്ത് നമ്മുടെ വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ചിന്തകളെക്കുറിച്ച് എന്താണ് നമ്മുടെ അഭിപ്രായം? പലപ്പോഴും നമ്മൾ ഒക്കെ പറയാറുള്ളത് ന്യൂജൻ കുട്ടികളാണ്, അവർ പൊട്ടിത്തെറികളാണ്, അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് രക്ഷിതാക്കളും അധ്യാപകരൊക്കെ പറയാറുണ്ട്. എങ്കിൽ സ്നേഹക്കൂടി ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ ഒരു മേഖലയാണ്. നമ്മുടെ കുട്ടികൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ആരാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? അവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്തൊക്കെയാണ് എന്നതാണ് ചർച്ച ചെയ്യണത്. അൽഹംദുലില്ലാഹ് ഇന്നും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഒരു ആപ്റ്റ് പേഴ്സൺ തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത്. ബഹുമാന്യനായ സർ, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സർ, സ്കൂൾ ഇതാ തുറക്കുകയായി, കലാലയങ്ങളൊക്കെ തുറക്കുകയായി. ഈ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ ഒരു എപ്പിസോഡ് നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട, വിദ്യാലയം തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലേ, നമ്മുടെ മക്കളൊക്കെ ഇന്ന് ഏറെ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് നിങ്ങളുടെ ഒരു അനുഭവം കൂടി പങ്കുവെച്ച് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകരിക്കുന്ന ഒരു എപ്പിസോഡാക്കിയാൽ നന്നാവുമെന്ന് തോന്നുന്നു. ബിസ്മില്ലാ. ഇവിടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര ഗൗരവത്തിൽ കാണാത്ത ഒരു മേഖലയാണ് ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. കുട്ടികളെ ശകാരിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, എല്ലാറ്റിനും കാരണക്കാർ കുട്ടികളാണ് എന്ന് പരാമർശിക്കുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഒരുപാട് മാനസിക സംഘർഷങ്ങൾക്ക് നടുവിലാണ് കുട്ടികൾ ജീവിക്കുന്നത്. കുട്ടികളുടെ ആംഗിളിൽ കൂടി വിഷയത്തെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ വിദ്യാഭ്യാസ രീതി തന്നെ ഈ ടീച്ചർ സെൻറ്റേർഡ് സിറ്റുവേഷനിൽ നിന്ന് ചൈൽഡ് സെൻറ്റേർഡിലേക്ക് മാറിയിട്ടുണ്ട്. അത് നമുക്കറിയാം. ഇവിടെ ഒരു കുട്ടിയുടെ വീക്ഷണകോണിൽ കൂടി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കുട്ടി വൈകാരികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അവൻ്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളുമായിട്ടാണ് കുട്ടി പഠിക്കാൻ കലാലയത്തിലേക്ക് പോകുന്നത്. ഒരു ഭാഗത്ത് കുട്ടി നേരിടുന്ന വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അക്കാഡമിക് പ്രഷറാണ്. അതായത് ഓരോ രക്ഷിതാവും അവരുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടാത്ത സ്വപ്നങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് കുട്ടികളെ കാണുന്നത്. ഖലീൽ ജിബ്രാൻ എന്ന ഒരു കവി കുട്ടികളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു അധ്യായമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിൻ്റ് ഇതാണ്: നിങ്ങളുടെ കുട്ടികൾ, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ കുട്ടികളല്ല എന്ന് അദ്ദേഹം പറയും. നിങ്ങളിൽ കൂടിയാണ് ആ കുട്ടികൾ വരുന്നതെങ്കിലും ഒരിക്കലും നിങ്ങൾ അവരെ ഹൗസ് ചെയ്യരുത് എന്നാൽ നിങ്ങൾ അവരെ തടവറയിലാക്കരുത്. അവർ മുന്നോട്ട് ഗമിക്കുന്നവരാണ്, മുന്നോട്ട് ചിന്തിക്കുന്നവരാണ്. നമ്മുടെ ബാല്യത്തിലേക്കും നമ്മുടെ കൗമാരത്തിലേക്കും നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളിലേക്കും കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനവർ ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എന്താണ്? ഒന്ന്, അക്കാദമിക് പ്രഷർ. അക്കാദമിക് പ്രഷർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രക്ഷിതാവ് ഈ കുട്ടിയെ പഠിപ്പിച്ച് ഇന്ന ഒരു പൊസിഷനിൽ എത്തിക്കണം, ഒന്നുകിൽ ഡോക്ടറാക്കണം, അല്ലെങ്കിൽ എൻജിനീയർ ആക്കണം, അല്ലെങ്കിൽ നല്ല ഒരു പ്രൊഫസറാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഉയർന്ന പോസ്റ്റിൽ എത്തിക്കണം എന്നുള്ള സ്വപ്നം കാണുന്ന രക്ഷിതാക്കളാണ് ഭൂരിപക്ഷമുള്ളത്. അപ്പോൾ കുട്ടിയുടെ അഭിരുചി, താല്പര്യം, കുട്ടി അനുഭവിക്കുന്ന അവസ്ഥ ഇതൊന്നും മനസ്സിലാക്കാതെ കുട്ടികളെ കലാലയത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അധ്യാപകരോ രക്ഷിതാക്കളോ ഒന്നുമല്ല അവിടെ പഠിക്കാൻ വിധേയമാവുന്നത്, കുട്ടികളാണ്. അപ്പോൾ കുട്ടി നിഷ്കളങ്കമായി പഠനത്തെ കാണുകയും താല്പര്യത്തോടു കൂടി അതിനെ നേരിടുകയും ആ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളത് തുടക്കം മുതൽ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ കുട്ടിക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ആ പഠനം പൂർത്തീകരിക്കാനും കരിയർ ബിൽഡപ്പ് ചെയ്യാനും പറ്റുള്ളൂ. ഇവിടെ വൈകാരികമായ പ്രശ്നങ്ങൾ കുട്ടികൾ അനുഭവിക്കുമ്പോൾ അത് ഇമോഷണൽ ബ്ലോക്കുകൾ, വൈകാരികമായ തടസ്സങ്ങൾ അവൻ്റെ കരിയർ ഡ്രീമിനെ ഫുൾഫിൽ ചെയ്യുന്നതിൽ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് രക്ഷിതാവും അധ്യാപകരും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റ്. അപ്പോൾ കുട്ടി
ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ കുട്ടി എന്തായിരിക്കണം? കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ലക്ഷ്യത്തെ സംബന്ധിച്ച് കൃത്യമായ ക്ലാരിറ്റി രക്ഷിതാവിനുള്ളതോടൊപ്പം അധ്യാപകർക്കുള്ളതോടൊപ്പം കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണം, ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, ഇന്ന ലക്ഷ്യമാണ് പൂർത്തീകരിക്കേണ്ടത്, അത് എൻ്റെ ലക്ഷ്യമാണ്, എനിക്കാണത് പൂർത്തീകരിക്കേണ്ടത്, അതിൻ്റെ നേട്ടം കിട്ടുന്നത് എനിക്കാണെന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു പർപ്പസ്, ഈ പർപ്പസ് ഡിഗ് ചെയ്യേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട്. പർപ്പസ് ഡിഗിങ് പലപ്പോഴും സത്യത്തിൽ അത് നിയ്യത്താണ് അല്ലേ? ഏതൊരു സംരംഭത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പും ഞാൻ ചെയ്യാൻ പോകുന്ന ഉദാത്തമായ കർമ്മത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ചെയ്യുന്ന ആൾ സെൽഫ് റിയലൈസ് ചെയ്യാത്ത കാലത്തോളം അത് പൂർത്തീകരിക്കപ്പെടൂല അല്ലേ? സ്കൂളിലേക്ക് കുട്ടിയെ രക്ഷിതാക്കൾ പറഞ്ഞയക്കുന്നുണ്ട്. കുട്ടി അലസതയോടുകൂടി ലക്ഷ്യമില്ലാതെ അതൊരു കടമ നിർവഹണത്തിന് വേണ്ടി കുട്ടി പോകുന്നു. അപ്പോൾ 10ാം ക്ലാസ് വരെ കുട്ടി പഠിക്കും. ആ കുട്ടിക്ക് കാര്യപ്പെട്ട മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മാറ്റം ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താ? കുട്ടി അത് സ്വയം ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ കുട്ടി സ്വയം ഉൾക്കൊള്ളണമെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള വൈകാരികമായ പ്രക്ഷുബ്ധത അല്ലെങ്കിൽ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ നീങ്ങിക്കിട്ടണം. അതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള കാര്യം. കുട്ടികളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് മാനസികമായൊരു മുന്നൊരുക്കം ആ മക്കൾക്ക് കൊടുക്കാൻ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. എന്തിനാണ് നീ പഠിക്കുന്നത്? നീ പഠിക്കുന്നതിലൂടെ ഇന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാനും നേടാനും സാധിക്കും എന്നൊരു ലക്ഷ്യബോധം നിർണയിച്ചു കൊടുക്കാൻ കൂടി രക്ഷിതാക്കൾക്ക് സാധിച്ചാൽ ഒന്നാമത്തെ നമ്മുടെ കാര്യം പൂർത്തിയായി എന്നുള്ളതാണ്. സർ, വളരെ നല്ല കാര്യം. ഇനി അടുത്ത ഒരു സ്റ്റേജ് അവിടെ ഏതൊരു കാര്യം നേടണമെങ്കിൽ ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്, കോൺഫിഡൻസ് ആണ്. ഇന്ന് നമ്മൾ കുട്ടികളെ കൗൺസിൽ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന വലിയൊരു ഫാക്ടർ, പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ത്രെറ്റ് അല്ലെങ്കിൽ പ്രശ്നം കോൺഫിഡൻസ് ഇഷ്യൂസാണ് അല്ലേ? ഒരുപാട് വർഷങ്ങൾ അധ്യാപനം നടത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, ഈ കുട്ടികളുടെ കോൺഫിഡൻസ് നശിപ്പിക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. മുളയിലെ നുള്ളിക്കളയുന്നത് അധ്യാപകരും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്, രക്ഷിതാക്കളും വഹിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കും, നിഷ്കളങ്കരായ കുട്ടികൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ. ഒന്നിനെയും പേടിക്കാതെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ നിപ്പ് ഇൻ ദി ബെഡ്, മുളയിലെ നുള്ളിക്കളയുന്ന ഒരു ശീലം ഉണ്ടാക്കിയത് രക്ഷിതാക്കളല്ലേ? ഒരു കാര്യം, ഇപ്പോൾ ഒരു നല്ല മരം കയറാൻ വേണ്ടി നല്ല ഉത്സാഹത്തോടു കൂടി കുട്ടി വരുമ്പോൾ കുട്ടിയെ പേടിപ്പിക്കുക, നമ്മൾ ഇജ് വീണു പോവും, നെഗറ്റീവ് സ്ട്രോക്കാണ് കൊടുക്കുന്നത്. സത്യത്തിൽ മരം പിടിച്ച് നീ കയറണം എന്നുള്ള പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്നതിന് ബദൽ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി കുട്ടിയുടെ കോൺഫിഡൻസ് മിസ്സാവുന്നു, തവക്കുൽ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ സംസാരം നമ്മൾ നടത്തുന്നത്. ഇതേ സംസാരം തന്നെയാണ് ഉമ്മ ആവർത്തിച്ച് നൽകുന്നത്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി സ്വയം സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ അത് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു. സത്യത്തിൽ ഉമ്മ അത് ഡീമോട്ടിവേറ്റ് ചെയ്യല്ല, ഈ കുട്ടിക്ക് എന്തോ സംഭവിച്ചു പോകുമോ എന്നുള്ള ആദിയാണ് ഉമ്മയെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബൈ റിസൾട്ട് എന്താണ്? നല്ല കാര്യങ്ങൾക്ക് കുട്ടി ഉദ്ദേശിച്ച് അഡ്വഞ്ചറസായ ഒരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ, കുട്ടിയുടെ സ്കില്ല് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നതിന് ബദൽ രക്ഷിതാവ് മുളയിലെ നുള്ളിക്കളയുന്നു. ഇത് ആവർത്തിക്കപ്പെടുന്നതോടുകൂടി കുട്ടി പിന്നെ തീരുമാനിക്കുകയാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും മുന്നൊരുക്കം നടത്തേണ്ടതില്ല, തയ്യാറെടുക്കേണ്ടതില്ല. തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പ്രോത്സാഹനം കിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലതെന്താണ്? അലസത പ്രഖ്യാപിക്കുക അല്ലേ? ഇതല്ല സത്യത്തിൽ സംഭവിക്കുന്നത്. ഇന്നവേറ്റീവായിട്ട് ക്രിയാത്മകമായി ഗവേഷണ തൽപരതയോടുകൂടി ഏറ്റവും നന്നായിട്ട് ഗവേഷണം നടത്തുന്നവർ കുട്ടികളാണ്. ഓരോ കാര്യങ്ങളും മൈക്രോ ലെവൽ പ്ലാൻ ചെയ്ത് അവർ ഗവേഷണം നടത്തുന്നുണ്ട്. ആ ഗവേഷണം അവർ ചെയ്യുമ്പോൾ അത് മുഴുവൻ തകർത്ത് കളയുന്നത് പേരൻസായ നമ്മളാണ്. നമ്മൾ പറയും, നീ അവിടെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുഴുവൻ മുറ്റം കേടുവരും, അല്ലെങ്കിൽ ചുമര് കേടുവരും അല്ലേ? കുട്ടികൾ ചെറുപ്പത്തിൽ നടത്തുന്ന വലിയൊരു ഇന്നോവേറ്റീവ് മെത്തേഡാണ് എന്ത്? വരയ്ക്കുക എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത നമ്മുടെ വീട് കേടുവരും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ. പക്ഷേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരക്കാനുള്ള ത്വര, ഇപ്പോൾ രാജാ രവിവർമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും അവർ ചെയ്തത്? കുട്ടിക്കറിയില്ലല്ലോ, അത് വളരെ മൂല്യമുള്ള 2 ലക്ഷം ഉപയോഗിച്ച ഒരു ചുമരാണ്, അത് ഞാൻ വരക്കാൻ പാടില്ല, കുട്ടിക്കറിയില്ല. അപ്പോൾ നമ്മളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ ചെയ്യേണ്ടത്? കുട്ടിയുടെ ബാല്യം തീരുന്നത് വരെ ആ ചുമര്
ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അങ്ങനെ വരക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കാതിരിക്കുക. കാരണം കുട്ടിക്ക് വളരേണ്ടേ, കുട്ടിക്ക് കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പോൾ അതിനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കില്ല. ഇന്ന് രാവിലെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ മാപ്പ്, അല്ലേ, ഗ്ലോബിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അത് ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് പിന്നെ ഡിസോർഡർ ആക്കിയിട്ട് ഓർഡറിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ഇത്. കുട്ടി ആ ഡിസോർഡറിൽ നിന്ന് ഓർഡറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ഒരു അവസരം കുട്ടിക്ക് കിട്ടണ്ടേ. പ്രാക്ടിക്കൽ നോളജ് കുട്ടിക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഇതിലേക്ക് അവർ വരുള്ളൂ. ഇന്ന് കുട്ടികൾ ഏറെ ആഗ്രഹിക്കുന്നത് പ്രാക്ടിക്കൽ നോളജാണ്, തിയറിയല്ല. അപ്പോൾ ഇതിനുള്ള അവസരങ്ങൾ കുട്ടികൾ അന്വേഷിച്ച് കണ്ടെത്തി ചെയ്യുമ്പോൾ അത് സാമ്പത്തിക നഷ്ടം നമുക്ക് വരുത്തുമെന്നുള്ള പേടിയിൽ കളിപ്പാട്ടങ്ങൾ നമ്മൾ അളമറയിൽ കൊണ്ടുപോയി വെക്കും. കുട്ടിയുടെ ബാല്യങ്ങൾ ആ അളമറയിലാണ്. കാരണം അത് ഭദ്രമാക്കി നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം 650 രൂപ കൊടുത്ത് വാങ്ങിയ കളിപ്പാവയാണ്, അല്ലെങ്കിൽ ഒരു ടോയ്സാണ്. ഈ കുട്ടി എപ്പോഴാണ് അത് കളിക്കുക? നല്ല പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ ആ പ്ലേറ്റിൽ നമ്മൾ ഒരിക്കലും ചോറ് വിളമ്പാറില്ല. അത് ആർക്കുള്ളതാണ്? വിരുന്നുകാർക്കുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ മണ്ടത്തരങ്ങൾക്കും അത് ഇത്തിബാ ചെയ്യുന്ന ഒരു തലമുറയായിട്ട് മാറുകയാണ്, അല്ലേ? നമ്മൾക്ക് എപ്പോഴും ഭാര്യമാർ എന്താണ് വിളമ്പി തരുന്ന ഭക്ഷണം എപ്പോഴും എന്തായിരിക്കും? ഏകദേശം ഡാമേജ്ഡ് ആയതായിരിക്കും. നിങ്ങളൊക്കെ അത് ഉപയോഗിച്ചാൽ മതി. വിരുന്നുകാർ കൊല്ലത്തിൽ ഒരിക്കലോ 2 വട്ടമോ വരുന്നതിന് ഈ നല്ല പാത്രങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് വിവരം കൂടി. എന്താ എനിക്ക് മനസ്സിലായില്ല, അല്ലേ? ഒരു നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്ക് നഷ്ടപ്പെടുന്നു. ഇത് കുട്ടികളെ അങ്ങനെ തന്നെയാണ്. കാരണം ഏറ്റവും നന്നായിട്ട് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടാവും, കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല പിന്നെ ടൈൽസ് പതിച്ചിട്ടുണ്ടാവും. അത് കേട് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുട്ടികളെ സർവ്വതിൽ നിന്നും നമ്മൾ തടയുന്നത്. ഇത് കുട്ടികൾക്ക് ഇമോഷണലായിട്ട് വൈകാരികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കില്ല. അപ്പോൾ ഇവിടെ നോ ഫ്രീഡം അറ്റാൾ. ഈ വീട്ടിൽ എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഫ്രീഡം കിട്ടുന്ന ഇടം വേറെ എവിടെ ഉണ്ടോ എന്ന് കുട്ടി അന്വേഷിക്കുകയാണ്. അതുകൊണ്ടാണ് കുട്ടി പിയർ ഇൻഫ്ലുവൻസിലേക്ക്, സുഹൃത്തുക്കളുടെ പ്രഷറിലേക്ക് പോകുന്നത്. സുഹൃത്തുക്കൾ ഇതിനൊക്കെ ഫ്രീഡം കൊടുക്കും. അവൻ്റെ ചിന്തകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവൻ്റെ പ്രവൃത്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. വീട്ടിലാണെങ്കിൽ എല്ലാറ്റിനും റെസ്ട്രിക്ഷൻസാണ്. പ്രത്യേകിച്ച് ദീനി നിഷ്ഠയുള്ള ഒരു വാപ്പയായിട്ട് വാപ്പ മാറിയിട്ടുണ്ടെങ്കിൽ, ഉമ്മ മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലേ, ഒരു 40-ാമത്തെ 45-ാമത്തെ വയസ്സിലായിരിക്കും ജീവിതകാലത്തിൽ ഒരു വലിയ തിരിച്ചറിവുണ്ടായിട്ട് ഈ ഉമ്മയും ഉപ്പയൊക്കെ സൂപ്പറായിട്ട് റിലീജിയസായി മാറിയിട്ടുണ്ടാവുക. ബാല്യകാലത്തിലോ കൗമാരത്തിലോ അവർക്കൊക്കെ അബദ്ധങ്ങളും പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു മറക്കുകയാണ്. അപ്പോൾ ഈ 45ൻ്റെ പക്വതയിൽ ഈ കുട്ടികൾ ജീവിക്കണം എന്നുള്ള വാശിയിലാണ് നമ്മളുള്ളത്. ഇത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നില്ലേ? ഷമീം സാറാ പറയേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ കുട്ടികളുടെ ബാല്യം കുട്ടികൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം പറയുന്ന ഞാൻ അത് നൽകേണ്ടതുണ്ട്. നൽകുന്നത് നമ്മളൊക്കെ പരാജയമാണ്. ഇത് കുട്ടികളിൽ ഇമോഷണൽ ടർമോയിൽ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? ഈ ടർമോയിൽ വെച്ചിട്ടാണ് കുട്ടി എങ്ങോട്ട് പോകുന്നത്? കലാലയത്തിലേക്ക് പോകുന്നത്. അവിടെയാണ് പഠിക്കാനുള്ള ഭാരങ്ങൾ അവന് നൽകുന്നത്. ഒരുപാട് ഹോംവർക്ക് കൊടുക്കുകയാണ്. ഞാനും ഒരു അധ്യാപകനാണ്, അല്ലേ? അധ്യാപകർ ചെയ്യുന്ന പണി എന്താണ്? എല്ലാം കുട്ടികൾക്ക് വർക്കായി കൊടുക്കുകയാണ് സ്കൂളിൽ നിന്ന്. വീട്ടിൽ വന്നാലും ഹോംവർക്ക്. കുട്ടികൾക്ക് ഫ്രീഡം അല്ല, വായിക്കാനോ പഠിക്കാനോ കുട്ടികൾക്ക് സാധിക്കുന്നില്ല, അല്ലേ? വീട്ടിൽ നിന്നുള്ള പ്രഷർ രക്ഷിതാക്കളിൽ നിന്ന് വേറെയും. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഒരു സാൻഡ്വിച്ച് സ്റ്റാറ്റസിലേക്ക് കുട്ടികൾ മാറുന്നുണ്ട്. സാൻഡ്വിച്ച് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് രക്ഷിതാക്കൾ, മറുഭാഗത്ത് അധ്യാപകർ, രണ്ടിൻ്റെയും നടുവിൽ ഇടുങ്ങിയ ഒരു അവസ്ഥയിലേക്ക് മക്കൾ മാറുകയാണ്. ഇതവരിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നു. അവസാനം കുട്ടിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. എന്നിട്ട് അവസാനം സ്ട്രെസ്സും ആങ്സൈറ്റീസും പാനിക് ഡിസോർഡറൊക്കെ ആയിട്ട് കുട്ടി കൗൺസിലിംഗ് സെൻ്ററിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. നമ്മുടെ മക്കളൊക്കെ സാൻഡ്വിച്ചുകളായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അഥവാ ഒരു ഭാഗത്ത് സ്കൂളിലേക്ക് എത്തുമ്പോൾ സ്കൂളിൽ നിന്നുള്ള അധ്യാപകരുടെ ഒരു പ്രഷർ, മറുഭാഗത്ത് വീട്ടിൽ നിന്നും അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി രക്ഷിതാക്കളുടെ പ്രഷർ, അതിനിടയിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ ഫ്രീഡം ലഭിക്കാതെ കുട്ടികളാകെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ വീടുകളിൽ അതിനുള്ള സാഹചര്യങ്ങൾ, അഥവാ കുട്ടികൾക്ക് അവർക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം, അല്ലേ, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് കളിക്കാനുള്ള സ്വാതന്ത്ര്യം. അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനങ്ങനെ ഓർത്തു പോകുന്നത്, ചില വീടുകളിലൊക്കെ പോയാൽ കുഞ്ഞു കുട്ടികളുടെ ടോയ്സുകളെല്ലാം ലോക്കഡാണ്. ആ കുട്ടികൾ കളിക്കേണ്ട പ്രായത്തിൽ ഒരിക്കലും അവർക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് കാണാനേ
കണ്ടാസ്വദിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുന്നു. ടോയ്കൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉപയോഗിക്കേണ്ടതാണ്. ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകും, കേടുവന്നു പോകും, പൊട്ടിപ്പോകും. അതൊക്കെ ക്വയറ്റ് നാച്ചുറൽ. അത് പ്രകൃതി അങ്ങനെ ഉള്ളതാണ്. അത് ആ രൂപത്തിൽ തന്നെ ഉണ്ടെങ്കിലേ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുള്ളൂ, അവർക്കൊരു പേഴ്സണാലിറ്റി ഒക്കെ വളർത്തി. അഥവാ ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനത് പക്ഷേ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കും. നന്നായിട്ടില്ലെങ്കിൽ അവന് സങ്കടമാവും. പിന്നീട് അടുത്ത ഒരു ടോയ് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും പറയാതെ തന്നെ അത് വളരെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ ആ കുട്ടിക്ക് അതിലൂടെ സാധിക്കും. അപ്പോൾ കുട്ടികൾ നമ്മളെപ്പോലെ, അഥവാ നമുക്കുണ്ടായിരുന്നൊരു ബാല്യം, ആ ബാല്യത്തിൽ നമ്മൾ എന്തൊക്കെയാണോ ചിന്തിച്ചത് അതേ കാര്യം തന്നെയാണ് നമ്മുടെ മക്കൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിലേക്ക് അവരെ കൊണ്ടുവരാനല്ല, തിരിച്ച് അവരിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. സർ, അതെ, അതല്ലേ നമുക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും. ശരി. ഇനി അവരെ ഈ അക്കാഡമിക് പെർഫോമൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നമ്മുടെ രക്ഷിതാക്കൾ വെക്കാം? അക്കാഡമിക് പെർഫോമൻസ് സത്യത്തിൽ ഒരു കുട്ടിയുടെ ബുദ്ധിശക്തി എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന തലത്തിലല്ലല്ലോ. ഭാഷാപരമായ ബുദ്ധിയിൽ മികവുള്ള കുട്ടികളുണ്ട്, ഗണിതശാസ്ത്ര ബുദ്ധിയിലുള്ളവരുണ്ട്, അതുപോലെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, മറ്റുള്ളവരുമായി ഏറ്റവും നന്നായിട്ട് സംവദിക്കാനും മനസ്സിലാക്കാനും, അതുപോലെ ടെക്നിക്കൽ സ്കില്ലുള്ളവരുണ്ട്, അല്ലേ, സാങ്കേതിക വിദ്യ അതിൽ മികവുള്ളവരുണ്ട്, ചിത്രം വരക്കാൻ കഴിവുള്ളവരുണ്ട്, സംഗീത താല്പര്യമുള്ളവരുണ്ട്. അതിൽ ഹലാലും ഹറാമും നമുക്ക് വേർതിരിച്ചു കൊടുക്കാം. എന്നാൽ പോലും കുട്ടികളുടെ കഴിവുകൾ വ്യത്യസ്തമാണെന്ന് രക്ഷിതാവ് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാം. നമ്മളൊരിക്കലും നിർബന്ധിച്ചിട്ട് ഇന്ന രൂപത്തിൽ, ഇപ്പോൾ നമുക്കുള്ള ഒരു വലിയ തെറ്റായി എനിക്ക് ഫീൽ ചെയ്താൽ എന്താ വെച്ചാൽ, നമ്മൾ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാ കുട്ടികളെയും പാക്ക് ചെയ്യണമെന്ന് നമ്മൾ ചില ആളുകൾ വിചാരിക്കുകയാണ്. ഇപ്പോൾ ജാമിഅൽ ഹിന്ദ് പോലെയുള്ള സ്ഥാപനം, ഓക്കെ, ആ സ്ഥാപനത്തിൽ നമ്മളൊരു കുട്ടിയെ ചേർക്കുമ്പോൾ അവിടെ പഠിക്കുന്നത് കുട്ടിയാണ്, ബാപ്പി ഇമ്മിയല്ല. എനിക്ക് താല്പര്യമുണ്ട് എൻ്റെ മോൾ അവിടെ ചേർക്കാൻ, അത് നല്ല ആശയമാണ്. പക്ഷേ എൻ്റെ കുട്ടിക്ക് അവിടെ പഠനം നടത്തി പൂർത്തീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സാധാരണ ഞാൻ പറയുന്ന ഒരു ഉപമ, യു ക്യാൻ ടേക്ക് എ ഹോസ് ടു ദി വാട്ടർ ബട്ട് യു കാൻ മേക്ക് ഇറ്റ് ഡ്രിങ്ക്. ഒരു കുതിരയെ താങ്ങി നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാം, വെള്ളം കുടിക്കണമോ വേണ്ടേ എന്ന് കുതിര തീരുമാനിക്കും, അല്ലേ? കുട്ടികളെ ഏത് നല്ല സ്ഥാപനത്തിൽ നമുക്ക് കൊണ്ടുപോയി ചേർക്കാം, പക്ഷെ പഠിക്കണോ കുട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് ആ താല്പര്യം ഉണ്ടാവാത്ത കാലത്തോളം നമ്മൾ വലിയ ലക്ഷ്യം വെച്ചിട്ട് കാര്യമല്ല. അത് കൺവിൻസ് ചെയ്യണം കുട്ടികളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ബോധ്യപ്പെടണം, അല്ലേ? ഒരു ഭാഗത്ത് നമ്മൾ നല്ല തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ തത്വങ്ങൾ പ്രാക്ടിക്കൽ സ്വന്തം ജീവിതത്തിൽ ഞാൻ പകർത്തുന്നിടത്ത് പരാജയപ്പെടുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്താണ്? നേരെ ഉൾട്ടായിരിക്കും. അതുകൊണ്ട് ഒരു സ്ഥാപനം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അക്കാഡമിക് എക്സലൻസ് നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ കുട്ടി അത് ബോധ്യമായെങ്കിൽ മാത്രമേ കുട്ടി അത് പഠിക്കുകയുള്ളൂ. അല്ല, ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡോട് കൂടിയാണ് കുട്ടി സ്ഥാപനത്തിൽ എത്തുന്നതെങ്കിൽ, അല്ലേ, ആ സ്ഥാപനത്തിൽ നിന്ന് കുട്ടി പുറത്തേക്ക് പോരും. ഇതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എനിക്ക് തോന്നിയ ഒരു സംഗതി, ഈ കുട്ടികൾ ചൈൽഡ്ഹുഡിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് സ്വന്തം വീട്ടിൽ നിന്നാവാം, റിലേറ്റീവ്സിൽ നിന്നാവാം, ട്രോമകളുണ്ട്. ട്രോമ എന്ന് പറഞ്ഞാൽ ഷോക്കിംഗ് ആയ ഇൻസിഡൻസ്, അല്ലേ, ഇൻസൾട്ടുകൾ. അപ്പം നമ്മൾ ഇൻസൾട്ടൊന്നും നിസ്സാരമായി കാണരുത്, അല്ലേ? ബോഡി ഷെയിമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ സ്വന്തം റിലേറ്റീവിൽ നിന്നൊരു കുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരധ്യാപകനിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം എന്നോട് ഷെയർ ചെയ്യാണ്. അതായത് ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടി ആ കുട്ടി എന്ത് ചെയ്യാണ്, പുറത്തു പോയി ഭക്ഷണം വാങ്ങി, ഈ കുട്ടി സുഖമില്ലാതെ പനിയായി കിടക്കുന്ന സമയത്ത് ഭക്ഷണം വാങ്ങി കൊണ്ടുപോയി കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് ക്ലാസ്സിൻ്റെ ബെല്ലടിച്ച ആ സമയത്ത് കുട്ടി ക്ലാസ്സിലെത്തിയില്ല. ക്ലാസ്സിലെത്താത്തത് കൊണ്ട് അധ്യാപകൻ ഈ കുട്ടിയെ ഭക്ഷണം വിളമ്പി വന്നപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് ഏറ് കൊടുക്കുകയാണ്. അപ്പോൾ അധ്യാപകൻ പറയുന്ന വിഷയം ഇതാണ്, നീ ലേറ്റായി, പറഞ്ഞ സമയത്ത് ക്ലാസ്സിലെത്തണം. പക്ഷേ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവർത്തനം അധ്യാപകൻ ഈ കുട്ടിയോട് ചെയ്തു. ഒന്ന്, ആ കുട്ടി മറ്റൊരു സുഖമില്ലാത്ത കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് പുറത്തു പോയത്. ആ പുറത്തു പോയതിൻ്റെ ലക്ഷ്യതാണ്, അതുകൊണ്ടാണ് ടൈം ലേറ്റായത്. ആ കുട്ടിയുടെ കയ്യിലിരുന്ന ഭക്ഷണം അതാണ് വലിച്ചെറിഞ്ഞത്, അല്ലേ? അധ്യാപകന് റോൾ മോഡൽ ആവുന്നതിന് ബദൽ വളരെ മോശപ്പെട്ട ഒരു മാതൃകയല്ലേ അവിടെ കാണിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന ട്രോമകൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ഒരു കുട്ടി പറയണമെങ്കിൽ
3-ാം ക്ലാസ്സിൽ നിന്ന് കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായൊരു മുറിവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മുറിവുകൾ നമ്മുടെയൊക്കെ മക്കളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതായിരിക്കും, ചിലപ്പോൾ അധ്യാപകരുണ്ടാക്കിയതായിരിക്കും, ചിലപ്പോൾ റിലേറ്റീവ്സ് ഉണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ അയൽവാസി ഉണ്ടാക്കിയതായിരിക്കും, ഏറ്റവും അടുത്ത ബന്ധു ഉണ്ടാക്കിയതായിരിക്കും. ഇത്തരം മുറിവുകൾ കുട്ടിയുടെ പേഴ്സണാലിറ്റി മോൾഡിങ്ങിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എത്ര രക്ഷിതാക്കൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? ഇത്തരം കാരണങ്ങളായിരിക്കും ചിലപ്പോൾ കുട്ടി ഒരു ലവ് അഫെയറിലേക്ക് പോകാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇമോഷണൽ ഇഷ്യൂസ് നിസ്സാരമല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എന്താണ്? സൈക്കോളജിക്കൽ ഇഷ്യൂസാണ്. അപ്പോൾ ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുത്തു വേണം കുട്ടികളെ നമ്മൾ കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം കണ്ടെത്താൻ വേണ്ടത് എന്താണ്? കുട്ടികളുമായിട്ട് നമ്മൾ രക്ഷിതാക്കൾ അവരുടെ ക്വാളിറ്റി ടൈം പങ്കുവെക്കുകയാണെങ്കിൽ, നല്ല ഒരു ഇമോഷണൽ റാപ്പോ ആത്മബന്ധം കുട്ടികളുമായി നമ്മൾ നടത്തുകയാണെങ്കിൽ, കുട്ടികൾ നേരിടുന്ന ഏത് പ്രശ്നവും വളരെ കൃത്യമായി രക്ഷിതാവിനോട് കുട്ടികൾ പറയും അല്ലേ. പറയുമ്പോഴേക്ക് ചാടി അവരെ ശിക്ഷിക്കുന്നതിന് ബദൽ അവരുടെ ഒരു നല്ല ലിസണറാവാൻ, ഒരു നല്ല കേൾവിക്കാരനാവാൻ രക്ഷിതാവിന് സാധിച്ചാൽ, ഉമ്മക്ക് ചിലപ്പോൾ സാധിക്കില്ല. കാരണം എന്താണ്? ഉമ്മ ടെൻഷനിലാണ് അല്ലേ. വീട്ടിൽ സാധനം വാങ്ങിക്കൊടുക്കേണ്ട വാപ്പ കൃത്യമായി സാധനം വാങ്ങിക്കൊടുക്കൂല. 10 സാധനങ്ങളുടെ ലിസ്റ്റ് ഇട്ടാൽ 6 എണ്ണേ വാങ്ങിക്കൊടുക്കുള്ളൂ, 4 എണ്ണം അവിടെ ബാലൻസാണ്. അതിന് കാരണം അയാളുടെ സാമ്പത്തിക പ്രശ്നമാണ്. പക്ഷെ ഇതൊന്നും കുട്ടിയൊക്കെ അറിയില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ ഏത് നേരം മക്കളോട് കയർത്ത് ചാടുകയാണ്. കാരണം 4 കുട്ടികളുണ്ടെങ്കിൽ ഈ 4 കുട്ടികളെ പോറ്റേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം ഉമ്മക്കുണ്ട് അല്ലേ. ചിലപ്പോൾ ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡോ ലവിങ് ആറ്റിറ്റ്യൂഡോ ഭർത്താവിനുണ്ടാവില്ല. ഭർത്താവിനുണ്ടാവാതിരിക്കാൻ കാരണം ഭർത്താവ് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ അധ്വാനിച്ച് വരുമ്പോൾ ഈ കുട്ടികളെ പോറ്റാനുള്ള സാമ്പത്തികമായ ചെലവുകൾ മീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ ഭർത്താവിന് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വേണ്ട വലിയ സംഗതി എന്താണ്? കുട്ടികൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് എന്ന് അറിയണം. അതിന് ഫാമിലി മീറ്റുകൾ, ഇൻ ഹൗസ് മീറ്റിംഗ്സ് എന്ന് പറയും. ഒരു മാസത്തിൽ 1-2 തവണ ഫാദർ മദർ മെമ്പേഴ്സ് ഒരു മീറ്റിംഗ് നടക്കട്ടെ. വാപ്പക്ക് പറയാനുള്ളത് പറയട്ടെ അധ്യക്ഷനായിട്ട്, ഉമ്മയും ഉമ്മയുടെ കാര്യങ്ങൾ പറയട്ടെ, മക്കൾക്ക് പറയാനുള്ളത് മക്കളും പറയട്ടെ. എങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് പരസ്പരം എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരങ്ങൾ കണ്ടെത്താനും ഒരു പരിധിവരെ സാധിക്കും എന്നാണ് തോന്നുന്നത്. കുടുംബത്തിൽ ബോധപൂർവമായ ചില ഇടപെടലുകൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. അതോടൊപ്പം നമുക്കും തന്നെ നല്ല സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്തുകൊണ്ട് നല്ല സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ്. അതിന് കുടുംബയോഗങ്ങൾ, ഇൻഹൗസ് മീറ്റ് എന്നൊരു ടേം തന്നെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടിയിരിന്ന് അവരവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവതരിപ്പിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തി പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഓപ്പൺനെസ് അല്ലേ, തുറന്ന് കേൾക്കാനും തുറന്ന് പറയാനുള്ള സാഹചര്യങ്ങൾ, കുട്ടികൾക്ക് എന്തും നമ്മുടെ രക്ഷിതാക്കളോട് വന്ന് പറയാനുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു അവസ്ഥ അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇതിലൂടെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കും. അവിടെയും പ്രശ്നമുണ്ട് സാർ. ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ മക്കളുടെ ശൈലി ഉണ്ടല്ലോ, അപ്പോൾ വാപ്പയെ അല്ലെങ്കിൽ ഉമ്മനെ വിമർശിക്കുന്ന രൂപത്തിൽ മക്കൾ സംസാരിക്കും. അപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു റിസപ്റ്റീവ്നെസ് ഉപ്പക്കും വേണം ഉമ്മക്കും വേണം. കാരണം ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾ റെസ്പെക്റ്റിൻ്റെ വിഷയത്തിൽ വളരെ പിന്നിലാണ്. ഇപ്പോൾ എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യണം അല്ലേ. ആ ഒരു രീതിയിലാണ് നമ്മളൊക്കെ വളർത്തപ്പെട്ടത്. പക്ഷേ ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്ക് ആ റെസ്പെക്റ്റ് നൽകാൻ സാധിക്കുന്നില്ല. അത് അവരുടേതായ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ ഡിസ്റെസ്പെക്റ്റോടുകൂടി അവർ പെരുമാറുമ്പോൾ, സംസാരിക്കുമ്പോൾ അതിനെ അതേ തലത്തിൽ ഉൾക്കൊള്ളാൻ ഈ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സാധിക്കാതെ വരുന്നു. സ്വാഭാവികമായിട്ടും 2 പേരും 2 ധ്രുവങ്ങളിലേക്ക്, 2 അറ്റങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥ ഉൾക്കൊണ്ട് ആ ഡിസ്റെസ്പെക്റ്റിനെ ഉൾക്കൊള്ളാൻ നമ്മൾ പാകപ്പെട്ടേ പറ്റൂ. അല്ലാതെ നമ്മൾ മാറല്ലാതെ ഈ കുട്ടികൾ മാറുന്ന ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഇനി നമ്മൾ മാറാതെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല, നമ്മോടൊരു കാര്യം ഓപ്പൺ ആക്കൂല. അവർ ഓപ്പൺ ആക്കാൻ പറ്റുന്ന പിയർ ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ സൗഹൃദ വലയത്തെ, അല്ലെങ്കിൽ ലവേഴ്സിനെ, അല്ലെങ്കിൽ ബിലവറ്റ്സിനെ അവർ കണ്ടെത്തും. അതുകൊണ്ടാണ് പ്രണയങ്ങൾ വർദ്ധിക്കുന്നത്. കാരണം വീട്ടിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് റിലീസ് ചെയ്യാനുള്ള
വാതായനങ്ങൾ, ഓപ്പണിംഗ് വിൻഡോസ് അവർ അന്വേഷിക്കുകയാണ്. അപ്പോൾ അവരെ കേൾക്കാൻ നല്ല ഒരു ഇടം, അല്ലേ? ചാറ്റ് ചെയ്യുമ്പോൾ ഒരാളെ കിട്ടുമ്പോൾ പിന്നെ എല്ലാം അവരോട് പറയാണ്. അവസാനം അവർ ചീറ്റ് ചെയ്യപ്പെടും. ആ ചീറ്റ് ചെയ്യപ്പെടും എന്നുള്ള വിവരം, ആ പക്വത ഈ കുട്ടിക്ക് ഈ പ്രായത്തിലുണ്ടാവില്ല. അപ്പോൾ ചീറ്റ് ചെയ്യപ്പെട്ട് അവസാനം കൗൺസിലിങ്ങിന് വരുമ്പോഴാണ് ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് കുട്ടി അറിയുക. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളൊക്കെ ഈ സ്റ്റേജിൽ ഉണ്ടാവുന്നതാണെന്നുള്ളത് വളരെ ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ രക്ഷിതാക്കൾക്കല്ലാതെ ആർക്കാണ് സാധിക്കുക? അപ്പം മോളെ, നീ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഉമ്മയും ഉപ്പയും ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ സപ്പോർട്ട് അത് കൊടുത്തേ പറ്റൂ. അതല്ലാതെ ഒരു പരിഹാരം ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിങ്ങൾ ഇത് പറഞ്ഞ സമയത്താണ് എനിക്ക് കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അഥവാ ഇത് എൻ്റെ മാത്രം പ്രത്യേകതയാണോ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, സറൗണ്ടിങ്സിലുള്ള ആളുകളുടെ മാത്രം പ്രത്യേകതയാണോ എന്നാണ് പലപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നത്. അഥവാ കുട്ടികൾ അവർ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് പലപ്പോഴും പ്രതികരിക്കാറുള്ളത്. സ്കൂളിലെ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും, സ്വന്തം മക്കളാണെങ്കിൽ പോലും ചിലപ്പോൾ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിപ്ലൈയോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമോ അല്ല. അപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇന്ന്. അത് ഈ കുട്ടികളുടെ പ്രശ്നമാണ് എന്ന് കൂടി. അതല്ല സർ, നമ്മൾക്കൊക്കെ ഈ റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും സ്വന്തം ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, അല്ലേ? പല തലത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ക്രൈസിസ് കണ്ടിട്ടുണ്ട്, പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർ അതിലൊന്നും പെട്ടിട്ടില്ല. അപ്പോൾ അവരെ നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മളാക്കിയത് നമ്മുടെ എക്സ്പീരിയൻസുകളാണ്, അല്ലേ? അതേ എക്സ്പീരിയൻസ് ഇന്നത്തെ തലമുറക്ക് കിട്ടണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ടും കാര്യമല്ല. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ സോഷ്യൽ മീഡിയയിലും മൊബൈലിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ അവർ വളരുന്നത്. അതിനനുസരിച്ചുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതല്ലാതെ അവരെ പുറകോട്ട് കൊണ്ടുപോകണം നമ്മൾ വാശി പിടിച്ചിട്ട് അവരെ എവിടേക്ക് പോരുന്നു? അപ്പോൾ ഒരു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോടൊപ്പം ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, കുട്ടികൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാനുണ്ടെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ നമ്മളോട് അവതരിപ്പിക്കുന്നു. എന്നാൽ ആ ഒരു ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത രൂപത്തിൽ മക്കളായി മാറുന്നു എന്നുള്ളത്, ഇതും ഈ ഒരു പ്രായത്തിലെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ന്യൂജൻ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണോ? കാര്യം നേടാൻ അത് എനിക്ക് തോന്നിയത് എന്താ അറിയോ, ഇന്നിപ്പോൾ റീൽസുകൾ, ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഫേസ്ബുക്ക്, ഇതിലൊക്കെ വരുന്ന ഓരോ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, എല്ലാറ്റിൻ്റെയും സീക്രസി ഔട്ടാണ്. ഒന്നിലും സീക്രറ്റ്സ് ഇല്ല. അപ്പോൾ ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ക്യൂരിയോസിറ്റി, ജിജ്ഞാസ വളർത്തുന്ന, ഇപ്പോൾ ഒരു പോലീസ് അന്വേഷകൻ, അല്ലേ? അപ്പോൾ ആ ഒരു ഡിറ്റക്റ്റീവ് മൈൻഡുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി അത്തരത്തിലുള്ള എപ്പിസോഡ്സ് ഇഷ്ടം പോലെ കാണും. ആ വാപ്പിമ്മി അനുവാദമൊന്നും കൊടുക്കണ്ട, അത് കൃത്യമായിട്ട് അവർ അരിച്ചു പെറുക്കും. അപ്പോൾ ഉപ്പയെ എങ്ങനെ ഡീൽ ചെയ്യണം, ഉമ്മയെ എങ്ങനെ ഡീൽ ചെയ്യണം, ഉപ്പയെ എങ്ങനെ കബളിപ്പിക്കണം, അതിനുള്ള കൃത്യമായ ബാലപാഠങ്ങൾ ആ എപ്പിസോഡിൽ നിന്ന് കുട്ടി ഇംബൈബ് ചെയ്തിട്ടുണ്ട്, ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ട. അപ്പോൾ ആ കുട്ടികളെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലേ? നേരെ മറിച്ച് പണ്ട് നമ്മൾ വളർന്ന കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, MA ഇംഗ്ലീഷിന് പഠിക്കുന്ന ആ സമയത്ത് പോലും നമുക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിക്ക് എവരി വൺ നോസ് ഇറ്റ്. ആ കാര്യങ്ങൾ എൻ്റെ MA ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് അറിയുമായിരുന്നില്ല. അപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഏകദേശം സിലബസ് പൂർത്തീകരിച്ചിട്ടാണ് കുട്ടികൾ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. ആ കുട്ടികളെ നമ്മൾ ഓവർ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അവർക്കത് അറിയാം. ദേ നോ ഇറ്റ് എവരിത്തിങ്. അതുകൊണ്ടാണ് അവർ ഹൈലി ഫാസ്റ്റ് ആകുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ എന്താണ്, നമ്മോട് ചേർത്ത് നിർത്തി അനുഭവങ്ങൾ ഉണ്ടാക്കി, എന്നാൽ അവരോട് പിന്നെ ഒരു എംപത്തറ്റിക് അപ്രോച്ചോടുകൂടി, സഹാനുഭൂതിയോടുകൂടി നമ്മൾ അവരുടെ ഗുണകാംക്ഷിയാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന രൂപത്തിൽ ഉപദേശങ്ങൾ നൽകാതെ, ഉപദേശമാണ് കുട്ടികൾക്ക് ഏറ്റവും വെറുപ്പ്, അല്ലേ? എന്നാൽ കോണ്ടെക്സ്ച്വൽ നോളജ് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു യാത്രയിൽ നമ്മൾ സന്ദർഭോചിതമായിട്ടുള്ള പാഠങ്ങൾ, അനുഭവങ്ങൾ ഒക്കെ കൊടുക്കുക, ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. ഇന്ന കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന ചെയ്യുക. അതിലൊരു ക്രൈസിസ് വരുമ്പോൾ ഉപ്പ അന്ന് പറഞ്ഞു തന്നിട്ടില്ലേ, ഇങ്ങനെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലേ? ഇൻസെൻറ്റീവ്സ് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു സംഗതിയാണ്. ഇപ്പോൾ ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഇത്ര പൈസ തരാം, കൊടുക്കാം. കാരണം കുട്ടികൾ അധ്വാനിക്കട്ടെ.
അപ്പോൾ അവർക്ക് ഒരു 100 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ അത് നീ ഏൺ ചെയ്യുന്നത് സേവ് ചെയ്യണം. ആ ഒരു കൾച്ചറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ? ഇതെല്ലാം ഇങ്ങനത്തെ ടെക്നിക്സൊക്കെ ആയിരിക്കും നന്നാവുക. ഇതോടൊപ്പം തന്നെ സാർ നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ മക്കൾക്കൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് മേഖലയിലാണെങ്കിലും. ഇപ്പോൾ ടെക്നോളജിയിൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ആ ടെക്നോളജിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് വളരെ പെട്ടെന്ന് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മൊബൈൽ ഫീച്ചറുമായി ബന്ധപ്പെട്ട് തന്നെ രക്ഷിതാക്കളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. പലപ്പോഴും നമുക്കറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ഫോൺ അധികമൊന്നും ഉപയോഗിക്കാത്ത മക്കളാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അഥവാ അവരെല്ലാം വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു പവർ അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനിടയിൽ തന്നെ അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുള്ളതോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളും അതുപോലെ തന്നെ പാളിച്ചകളൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, രക്ഷിതാക്കളും അധ്യാപകരും ചെയ്യേണ്ടത്, നല്ല എക്സ്പീരിയൻസുകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ ആ അനുഭവങ്ങൾ അവർക്ക് കൂടി ലഭിക്കട്ടെ. ആ അനുഭവങ്ങളിലൂടെ അവരെ വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു എക്സ്ട്രാ ആയിട്ട് അവർക്ക് തോന്നുകയില്ല, അല്ലെങ്കിൽ അതൊരു ഉപദേശമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയില്ല. അത് പിന്തുടരാനും അത് സ്വീകരിക്കാനും അവരുടെ മനസ്സ് പാകപ്പെടുമെന്നുള്ളതാണ്. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാറേ, ഇനി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ മക്കളുടെ ഇമോഷണൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അക്കാഡമിക് കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, അവിടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതുപോലെ പ്രാധാന്യമർഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ്, കുട്ടികൾ കളിയാക്കപ്പെടും. അത് സ്കൂളിൽ നിന്ന്, സൈബർ മേഖലയിൽ നിന്നൊക്കെ കുട്ടികൾ ബുള്ളിങ്ങിന് വിധേയമാണ്. ഈ കളിയാക്കുക എന്നുള്ളത് എല്ലാവരും ഒരേ ടെമ്പർമെൻറ്റിലല്ല എടുക്കുക. ചില ആളുകൾക്ക് ഒരു ചെറിയ കളിയാക്കൽ മതി പഠനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ. ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്ലസ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളെ കുട്ടികളെ പല കാര്യങ്ങൾക്കും ഏൽപ്പിക്കുമ്പോൾ ആ കുട്ടികളോട് സത്യസന്ധമായിട്ടായിരിക്കും മോളെ ഇന്ന വിഷയത്തിൽ ഇന്ന മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അവളോട് പറഞ്ഞതായിരിക്കും പിന്നെ ആ വിഷയത്തോട് തന്നെ താല്പര്യം നഷ്ടപ്പെടാൻ കാരണമാകുന്നത്. നമ്മൾ പോസിറ്റീവായിട്ടാവും പറഞ്ഞത്. അപ്പോൾ ഓരോ ആളുകളുടെയും മനസ്സ് ഒരു വിഷയത്തെ സ്വീകരിക്കുന്നതിൽ വ്യത്യസ്ത തലങ്ങളാണുള്ളത്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഉള്ള സ്ത്രീകളുടെ കാര്യം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ? വളരെ സോഫ്റ്റായി നമ്മൾ പറഞ്ഞ ഒരു കാര്യം അവർ വളരെ ഗൗരവത്തിൽ ചിലപ്പോൾ എടുക്കും. നമ്മൾ ചിലപ്പോൾ ഒരു തമാശയായിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം കുട്ടികളുടെ ആക്സെപ്റ്റിംഗ് മൂഡ് അല്ലെങ്കിൽ അവരുടെ തലം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാവണം അവരോട് സംസാരിക്കുന്നത്. ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല. നമ്മളെല്ലാവർക്കും ഒരേ രൂപത്തിൽ ഭക്ഷണമായിട്ട് വിളമ്പുകയാണ് അല്ലേ? കുട്ടികളുടെ പ്രായം കൗനിക്കാതെ വിളമ്പിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഭക്ഷണം ബാക്കിയാക്കൂലേ? അപ്പോൾ കുട്ടികളുടെ ഇമോഷണൽ നീഡ് എന്താണ്? പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടി നമ്മുടെ തലോടൽ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സൂപ്പറാണ് എന്ന് പറയുന്നത്, ആ സൂപ്പർ എന്നുള്ള വാക്ക് ആ കുട്ടിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു അംഗീകാരമാണ്, സെൻസ് ഓഫ് റെക്കഗ്നിഷനാണ് അല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കാതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക അല്ലേ? അനിയത്തിയുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട്, ഈക്വലായിട്ട് അവരോട് പെരുമാറിയിട്ടില്ലെങ്കിൽ കുട്ടി അത് നോക്കി നിൽക്കുകയാണ്, എന്നോടെന്താ അങ്ങനെ. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻസൾട്ടാണ്. ചിലപ്പോൾ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല, ഒരിക്കലും അങ്ങനെയല്ല. കാരണം വേർതിരിവ് ഒരു ഉമ്മയും ഉപ്പയും കാണിക്കില്ല. പക്ഷെ കുട്ടിക്ക് ആ പ്രായത്തിൽ ഫീൽ ചെയ്യുന്ന എന്താണ് അല്ലേ? ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ കൊളീഗായിട്ടുള്ള ഒരു കൗൺസിലർ പറഞ്ഞ ഒരു കഥ, അനുഭവ കഥ ഉണ്ട്. 2 സിസ്റ്റേഴ്സാണ്. അതിലൊരാൾ ബ്ലാക്കാണ്, ഒരാൾ വൈറ്റാണ്. അപ്പോൾ ഉപ്പ ഇവൾക്ക് സ്വന്തം 2 മക്കൾക്ക് ഒരാൾക്ക് കറുപ്പായതുകൊണ്ട് ഈ കറുപ്പ് എന്നുള്ളത് ഒരു ഇൻസൾട്ട് ഫീല് കുട്ടിക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ബോധപൂർവം വൈറ്റിനെ ഇകഴ്ത്തിക്കൊണ്ട് പെരുമാറി. ഇത് കുറേ വർഷങ്ങൾ തുടർന്നപ്പോൾ ഈ വൈറ്റ് കോംപ്ലക്ഷനുള്ള നല്ല വെളുപ്പുള്ള ഈ കുട്ടി, ഈ ട്വിൻസാണെന്ന് തോന്നുന്നു, അവർക്ക് തോന്നി എന്ത്, ഈ വെളുപ്പ് കറുപ്പാക്കാൻ എന്താ വഴിയെന്ന്. ഞാൻ ഇത് പറഞ്ഞെന്തിനാ അറിയോ? ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഈ ബ്യൂട്ടി കൺസെപ്റ്റിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അല്ലേ? ഈ ബ്യൂട്ടി കോസ്മെറ്റിക് മെറ്റീരിയൽസ് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മുടെ വീടിൻ്റെ അകങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. ഒന്നിനും പൈസ അല്ലെങ്കിലും കോസ്മെറ്റിക്സ് വാങ്ങാൻ വേണ്ടിയിട്ട്
ഇഷ്ടം പോലെ പണം നമ്മുടെ കേരളക്കാർ, പ്രത്യേകിച്ച് മുസ്ലിം ഫാമിലീസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു കൾച്ചർ ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായി? മീഡിയ ഇൻഫ്ലുവൻസ്. അപ്പോൾ മീഡിയയാണ് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ കുട്ടികളുടെ ലിപ്സ്റ്റിക് കൾച്ചർ, അല്ലേ? ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന കിഡ്നി പ്രോബ്ലംസ്, ക്യാൻസർ ഇഷ്യൂസ്, ഇത് നമ്മളെ ആളുകൾക്ക് അറിയോ? നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അടുത്ത് ഫാസ്റ്റ് ഫുഡിൽ തന്നെ മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നടത്തിയ ഡോക്ടേഴ്സിൻ്റെ ഒരു അന്വേഷണം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ഈ രാത്രി സമയങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ, ഈ മരണത്തിൻ്റെ ഇത് അന്വേഷണം നടത്തിയപ്പോൾ ദഹനപ്രക്രിയയിൽ കൃത്യമായിട്ട് ദഹനം നടക്കില്ല. കാരണം അവർ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽസ് അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കണം, എന്ത് വാങ്ങണം, എന്ത് ഉപയോഗിക്കണം, അതൊക്കെ പലർക്കും വേണ്ടിയിട്ട് പലതും നമ്മൾ ചെയ്തു കൂട്ടുകയാണ്. എന്നിട്ട് നമുക്ക് സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്ന നമ്മൾ വിചാരിക്കുന്നത്. ഉണ്ടാവുണ്ടോ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ? സംതൃപ്തി എന്നുള്ളത് തരേണ്ടത് അള്ളയാണ്. കണ്ടൻമെൻറ്റ്, ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അടയാളമാണ്. അത് നിങ്ങൾക്കൊരിക്കലും ഭൗതിക വിഭവങ്ങൾ സമാഹരിച്ചതുകൊണ്ട് കിട്ടൂല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലേ? ഒരുപാട് വിഭവങ്ങൾ സമാഹരിച്ചപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കയ്യിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ള പണം സ്റ്റോക്കായി എന്ന് വിചാരിക്കുക, പിന്നെന്താ ഞാൻ ചെയ്യുക? പിന്നെന്താ എൻ്റെ സന്തോഷം? അപ്പോൾ സന്തോഷം അതുകൊണ്ടൊന്നുമല്ലല്ലോ. അതുകൊണ്ടാണ് സ്പിരിച്വൽ ആ ഒരു തലത്തിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാത്ത കാലത്തോളം മനസ്സ് ശാന്താവില്ല, സന്തോഷപ്പെടില്ല. അപ്പോൾ ആ തലത്തിലേക്ക് കുട്ടികളെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പരിഹാരം. അപ്പോൾ ഈ അക്കാദമിക് ഇയർ ആരംഭിക്കുന്ന ഈ സമയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതാണ്. രക്ഷിതാക്കളും അറിയേണ്ടത് അതാണ്. കുട്ടികളെ അത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത്തരം ക്യാമ്പുകളിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കണം, അല്ലേ? നമ്മൾ ഏതൊരു കാര്യവും പ്രശ്നമായിട്ടല്ല ചിന്തിക്കേണ്ടത്, പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ, അല്ലേ, നമ്മൾ സ്വീകരിക്കാറുണ്ടല്ലോ. ഇപ്പോൾ മഴ വരികയാണ്, മഴക്കാലം വരികയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? മഴ കൊണ്ട് ചോരുന്ന ഒരവസ്ഥ വീട്ടിലുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യും, അല്ലേ? നമ്മളെ വീടിൻ്റെ പോർട്ടിക്കോയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ മുറ്റത്തിൻ്റെ ഈ ഭാഗത്തേക്ക് ചളി തെറിക്കുന്നെങ്കിൽ ചളി തെറിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മൾ എടുക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ മക്കളെ ഒരു നല്ല ജനറേഷനിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ്, സപ്പോർട്ട്, ചിലത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് അത്രേ വിവരമുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ 7ാം ക്ലാസ് ബിരുദമുള്ള ബിസിനസ്സുകാരനായ വാപ്പ കുട്ടിക്ക് പ്രീ മാരിറ്റൽ ഗൈഡൻസ് കൊടുക്കാൻ വന്നു. അപ്പോൾ അയാളുടെ ഹൃദയവിശാലത എന്താണ്? എനിക്ക് ഏതായാലും വിദ്യാഭ്യാസം കിട്ടിയില്ല, അപ്പോൾ എൻ്റെ കുട്ടിക്ക് ആ വിദ്യാഭ്യാസ കുറവ് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പരാജയം ഉണ്ടാവരുത്. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് രക്ഷിതാക്കൾ മാറിക്കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നമുക്ക് എല്ലാ അറിവും ഇല്ല, പല അറിവും നമുക്കില്ല എന്നുള്ള അറിവ് നമ്മൾ സമാഹരിച്ചാൽ തന്നെ അവിടെ ഒരു നല്ല മാറ്റം ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെക്കുറിച്ചൊരു വിഷൻ ആൻഡ് മിഷൻ അത് നമുക്കുണ്ടാവണമെന്നുള്ളതാണ്. നല്ലൊരു കാഴ്ചപ്പാട്, എൻ്റെ കുട്ടി ഇന്ന മേഖലയിലേക്ക് എത്തിച്ചേരണമെന്നൊരു അതിയായ ആഗ്രഹം, അതോടൊപ്പമുള്ള പ്രാർത്ഥന, കുട്ടികൾക്ക് അതിന് സ്കില്ലുണ്ടോ എന്നുള്ള ഒരു പരിശോധന, കുട്ടികൾക്ക് ആ മേഖലയിൽ അഭിരുചിയും താല്പര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വഴിയിലൂടെ അവരെ നയിക്കാം. അതിനേക്കാൾ ഉപരി വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ എവിടെ പഠിക്കാനും ഏത് കോഴ്സ് എടുക്കാനും നമുക്ക് ഒരു പ്രയാസവുമില്ല. പക്ഷേ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ നമ്മുടെ മക്കൾ വളരുന്നത്? അതിന് പറ്റിയ സാഹചര്യമുള്ള കലാലയങ്ങളിലാണോ നമ്മുടെ മക്കൾ പഠിക്കുന്നത്? അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന കൂടി ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ മക്കളോട് പറയാനുള്ളത്, നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്നൊരു ബോധത്തോടു കൂടി ഞാൻ പഠിച്ച് അത് ഒരു ഉയരങ്ങളിലേക്കെത്താൻ, അതിലുപരി എൻ്റെ സ്വർഗലോകം, എൻ്റെ പരലോക ജീവിതം, അത് മോക്ഷം ലഭിക്കണം, അത് സ്വർഗീയ ജീവിതം എനിക്ക് ലഭിക്കണം, അതിന് അനുഗുണമായ പ്രവർത്തനങ്ങളെ എൻ്റെ അടുക്കിൽ നിന്നുണ്ടാവൂ, അത് എവിടെ ഞാൻ പഠിച്ചാലും എന്നൊരു തീരുമാനം പ്രിയപ്പെട്ട മക്കളെ നിങ്ങളും എടുക്കുക. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പഠനത്തിലും ജീവിതത്തിലും എല്ലാ മേഖലയിലും വിജയിക്കാനും ഇഹലോകത്തിലും പരലോകത്തിലും വിജയം പ്രാപിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്താനും അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോയും സ്നേഹക്കൂട് ഉണ്ടാവണമെന്ന് കൂടി പറയുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.